ഹേ ഗായ്സ്, നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്തെ ദ മോസ്റ്റ് ഫേമസ് മാത്യൂസ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്രോക്സിമേറ്റ്ലി 80%ഓളം അതിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് ടേസ്റ്റ്. സോ കാര്യം ഉണ്ടാക്കാൻ ഇച്ചിരി കഷ്ടപ്പെടണം, ബട്ട് ഔട്ട്കം അടിപൊളിയാണ്. അതിന് ആദ്യം വേണ്ടി 60 ഗ്രാം മൈദയിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ട് 2 ടീസ്പൂൺ കൊക്കോ പൗഡറും പിന്നെ പിഞ്ച് ഓഫ് സോൾട്ട് എടുത്ത് നല്ല രീതിയിൽ സീവ് ചെയ്തെടുക്കുക. അത് മാറ്റി വെച്ചിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. വേറെ ഒരു ബൗളിൽ നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് ബൗൾ ഫോം ചെയ്യുമ്പോൾ കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 60 ഗ്രാമോളം പൊടിച്ച് വെച്ച പൗഡർഡ് ഷുഗർ 3 വട്ടം അവിടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പം നമുക്ക് ഒരു 50 ഗ്രാമോളം അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്ത് നല്ല പഫാക്കി ബീറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് 2 വട്ടമായിട്ട് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് മാത്രം വിസ്ക് വെച്ച് നല്ല അത്യാവശ്യം സ്പീഡിൽ കമ്പൈൻ ചെയ്തെടുക്കണം. ഓവർ മിക്സ് ആയി പോകരുത് എപ്പോഴും. പിന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള 10 ml മിൽക്ക് കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 175 ഡിഗ്രി അപ്രോക്സിമേറ്റ്ലി ഫോർ 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ടെക്സ്ചർ ആയിരിക്കും, ബട്ട് ഈ ടെക്സ്ചർ ഓക്കെയാണ്, ഇത് തന്നെ ആയിരിക്കും അതിൻ്റെ ടെക്സ്ചർ. അടുത്ത് നമ്മൾ ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാം, ബട്ടർ ഫ്രോസ്റ്റിംഗ്. അതിനുവേണ്ടി ആദ്യം തന്നെ ബാക്കി വന്ന ആ ബട്ടർ എടുത്ത് 50 ഗ്രാമോളം വരുന്ന ബട്ടർ എടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് പൗഡർഡ് ഷുഗർ ഒരു 40 ഗ്രാമോളം ഉള്ളത് ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു പഫായി ഈ ഒരു ടെക്സ്ചർ വൈറ്റ് കളറായി മാറും. അത്ര നേരം വരെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളെ സ്പോഞ്ചിലോട്ട് മേളിൽ നല്ല രീതിയിൽ ലെയർ ചെയ്ത് കൊടുക്കുക. ഇതായിരുന്നു കേക്ക്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആണ്. അതുകൊണ്ട് ഇത് എക്സ്ട്രാ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.